അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്ന ഈ ദിവസം കോൺഗ്രസ് അടക്കമുള്ള BJP ഇതര പാർട്ടികൾ എന്ത് ചെയ്യുകയായിരുന്നു? അവരുടെ നേതാക്കൾ എവിടെയൊക്കെയായിരുന്നു? പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ വൈഷ്ണവ സന്യാസിയും സാമൂഹിക പരിഷ്കർത്താവുമായ ശ്രീമന്ത ശങ്കർദേവയുടെ ജന്മസ്ഥലത്തെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ അസം സർക്കാർ തടഞ്ഞു. അയോധ്യയിലെ പ്രതിഷ്ഠാകർമ്മത്തിന് ശേഷം മാത്രമേ ക്ഷേത്രത്തിൽ ദർശനം അനുവദിക്കൂ എന്ന നിലപാടിൽ അസം സർക്കാർ നിലയുറപ്പിച്ചതോടെ രാഹുലും ഒപ്പമുള്ളവരും റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. മണിക്കൂറുകൾക്ക് ശേഷം പ്രതിഷേധം അവസാനിപ്പിച്ച് രാഹുൽ മടങ്ങി. കോൺഗ്രസ് ദേശീയ നേതൃത്വം ക്ഷണം നിരസിച്ചുവെങ്കിലും സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത നിലപാടാണ് നേതാക്കൾക്കുള്ളത്. തുടക്കത്തിൽ തന്നെ അയോധ്യയിലേക്ക് പോകുമെന്ന് പറഞ്ഞ് വെട്ടിലായ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ബംഗളൂരു മഹാദേവപുരയിലെ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് തൃപ്തനായി. കർണാടകത്തിലെ ശ്രീരാമക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ നടന്നു. കോൺഗ്രസിന്റെ വക മധുര വിതരണവും ഉണ്ടായി. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കൊപ്പം പൊതു അവധി നൽകി ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാർ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഉച്ചവരെ സംസ്ഥാനത്ത് അവധി നൽകിയ ഡൽഹിയിലെ ആം ആദ്മി സർക്കാരും രാഷ്ട്രീയമായ എതിർപ്പുകൾ മാറ്റിവെച്ച് ശോഭായാത്രകൾ സംഘടിപ്പിച്ചു അന്നദാനമൊരുക്കിയും പ്രാണപ്രതിഷ്ഠയെ വരവേറ്റു. അയോധ്യയിലെ പ്രതിഷ്ഠയെ BJP രാഷ്ട്രീയവൽക്കരിച്ചു എന്നാരോപിച്ചുകൊണ്ട് കാതലായ രാഷ്ട്രീയ ബദൽ മുന്നോട്ട് വെച്ചത് മമതാ ബാനർജിയും CPM-ഉമാണ്. മമത കാളിഘട്ടിൽ പൂജ നടത്തിയ ശേഷം വിവിധ മതങ്ങളുടെ ആരാധനാലയങ്ങൾ സന്ദർശിച്ചു. മതസൗഹാർദ്ദ റാലി സംഘടിപ്പിച്ച് സഹവർത്തിത്വത്തിന്റെ രാഷ്ട്രീയ സന്ദേശം മുന്നോട്ട് വെച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ വീഡിയോ പുറത്തിറക്കി. പ്രധാനമന്ത്രിയെ 3 കാര്യങ്ങൾ പറഞ്ഞ് വിമർശിക്കുന്ന വീഡിയോ. 1, ക്ഷേത്ര പരിപാടിയെ സർക്കാർ പരിപാടിയാക്കി മാറ്റി. 2, ഭരണഘടനാ മൂല്യത്തിന് വിരുദ്ധമായി ഒരു മതത്തിന് സവിശേഷ പ്രാധാന്യം നൽകി. 3, മതത്തിനും ഭരണകൂടത്തിനും ഇടയിലെ വേർതിരിവ് ഇല്ലാതാക്കി. ദേശീയ തലത്തിൽ ചർച്ചയാക്കണമെന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഇംഗ്ലീഷിൽ എഴുതി തയ്യാറാക്കിയ പ്രതികരണം പുറത്തുവിട്ടതെന്ന് വ്യക്തം. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട BJP നിശ്ചയിച്ചു കഴിഞ്ഞു. ആ രാഷ്ട്രീയ അജണ്ടയ്ക്ക് പുറത്തു കടക്കാൻ ഭൂരിപക്ഷം പ്രതിപക്ഷ പാർട്ടികൾക്കും കഴിഞ്ഞില്ല. വിശ്വാസമെന്ന പൊള്ളുന്ന വിഷയത്തെ അവരും ഭയക്കുന്നു. അതിന്റെ അങ്കലാപ്പും വിള്ളലുകളുമാണ് പ്രതിപക്ഷ നേതാക്കളിൽ അവശേഷിക്കുന്നത്.